ഹലോ, ഞാൻ ലിബില്ലി. അപ്പൊ ഞാൻ ഇന്ന് രവീന്ദ്ര നീ എവിടെയാ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അതായത് അനൂപ് മേനോൻ, ധ്യാൻ ശ്രീനിവാസൻ നായകന്മാരായിട്ടുള്ള പടം. അതില് ധ്യാൻ ശ്രീനിവാസന്റെ പടം എന്ന് പറയാൻ പറ്റൂല, കാരണം മെയിൻ ആയിട്ടും ഇതില് നായകനായിട്ടുള്ളത് അനൂപ് മേനോനാണ്. അപ്പൊ ധ്യാൻ ശ്രീനിവാസന് ചെറിയ റോള് പോലെയാണ്, എന്നാലും ഒരു നായക കഥാപാത്രമല്ല. എന്നാലും ഇവർ രണ്ടുപേരും പടം എന്തായാലും പൊതുവെ പറയുന്നത്. എന്തായാലും ധ്യാൻ ശ്രീനിവാസന്റെ പടം ബോംബ് എന്നൊക്കെ പറഞ്ഞ എല്ലാവരും പോകാണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു പടമേ അല്ല. അത് ഞാൻ പറഞ്ഞില്ല, അനൂപ് മേനോനാണ് മെയിൻ നടൻ. അപ്പൊ ആ പടം എന്തുകൊണ്ടും ഒരു കോമഡി എന്റർടൈനർ ആയിട്ട് തോന്നി. അതായത് ഒരു ഫീൽ ഗുഡ് കോമഡി എന്റർടൈനർ, അല്ലാണ്ട് ഈ ഓവറായിട്ട് കോമഡി അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല. എന്തായാലും നമുക്ക് മടുപ്പ് തോന്നാണ്ട് ഇത് കാണാൻ പറ്റും. അനൂപ് മേനോന്റെ ജീവിതത്തിലുണ്ടാകുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഇടയ്ക്ക് മറ്റേ ധ്യാൻ ശ്രീനിവാസനൊക്കെ കണക്ട് ചെയ്ത് കൊണ്ടിരുന്നു. അത്രേ ഉള്ളൂ ഒരു ഇത് തോന്നണത്. പിന്നെ പടത്തില് ഇവരെ കൂടാണ്ട് സിദ്ദിഖ് നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഷീല എബ്രഹാം. അപ്പൊ പടം മെയിനായിട്ടും ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എബ്രഹാം മാത്യു ആണ്. മറ്റേ ഷീലു എബ്രഹാം വൈഫും ഭാര്യ ഭർത്താക്കന്മാരാണെന്നോ. അപ്പൊ പുള്ളിയുടെ ഏത് പടത്തിലായാലും നായികയായിട്ട് ഷീല എബ്രഹാം ആണ്. അതുകൊണ്ട് അതൊക്കെ അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാനുള്ള എന്തായാലും ആ ഒരു ഇതാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഈ പടത്തില് അസീസ് നല്ല ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. അസീസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെന്തിൽ കൃഷ്ണ, മറ്റേ ഏതാ സെന്തിൽ കൃഷ്ണ നല്ല രസം ചെയ്തിട്ടുണ്ട്. അത് ചാലക്കുടിക്കാരൻ ചങ്ങാതിത്തെ ആ പുള്ളി. പിന്നെ അതേപോലെ തന്നെ സുരേഷ് കൃഷ്ണ, പുള്ളി ഇതില് ഒരു വില്ലൻ റോൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത്ര വില്ലനായിട്ടല്ല, എന്നാലും ഒരു വില്ലൻ റോളാണ് പുള്ളി ചെയ്തത്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മേജർ രവി ഇതിലൊരു പോലീസുകാരനായിട്ടാണ്. പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ കുഴപ്പമില്ല. പോലീസുകാരൻ പുള്ളിയെ കൊണ്ടുണ്ട ആവശ്യം എന്നത് തോന്നൂല, കാരണം അത്രയ്ക്ക് വലിയൊരു കഥാപാത്രമായിട്ടാ. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും പടം ഗംഭീരമായിട്ടോ, അതായത് ഒരു കോമഡി, ഒരു ഫീൽ ഗുഡ് ഫാമിലി കോമഡി ഉണ്ട് അങ്ങനെ പറയണം. പിന്നെ ഇതില് ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ അനൂപ് മേനോനൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇതില് പാട്ടുകളൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല, നല്ല പാട്ടുകളായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ 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 ഞാൻ പൊതുവെ പറയുകയാണെങ്കിൽ അതിന്റെ കഥയായിട്ട് വരും. അതായത് അല്ല, ഇതില് ക്ലൈമാക്സില് ഒരു മറ്റേ ഒരു ഫ്ലാറ്റിന്റെ താഴത്തേക്കൊക്കെ പോകുന്നുണ്ട്. അത് നമുക്കൊരു കൺഫ്യൂഷൻ വരും. പിന്നെ അത് കറക്റ്റ് ആയിട്ട് വരെയും, അതായത് ലാസ്റ്റ് അതിന്റെ കറക്റ്റ് ആയിട്ട് വരെയും ചെയ്യുന്നത്. എന്തായാലും പടം ഒരു തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു പടം, തിയേറ്റർ വാച്ചബിൾ ആണ് പടം. എന്തായാലും ഞാൻ ഇത്രയും ദിവസം വൈകിപ്പോയി. പിന്നെ ഷീല എബ്രഹാം ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു പ്രൊഡ്യൂസറിന്റെ ഭാര്യ ആയതുകൊണ്ട് അങ്ങനെയൊന്നല്ല, നല്ലൊരു രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. വേറെ പിന്നെ ഇതില് അനുമേനോന്റെ ശീലപ്രഭാന്റെ മകളായിട്ട് ഒരു കൊച്ചുണ്ട്. ആ കൊച്ചായാലും നല്ല രസമായിട്ട് ചെയ്തത്. പിന്നെ ഒരുപാട് കോമഡി, മറ്റേ അവരുടെ പേര് എനിക്ക് കൃത്യമായിട്ട് ഇപ്പൊ മിക്ക പടങ്ങളിലുള്ളതാണ്. മറ്റേ അത് നിങ്ങൾ നോക്കിയിട്ടൊന്ന് നോക്കട്ടെ, കാരണം എനിക്കത് മനസ്സിലാവില്ല, പുള്ളിയുടെ പേര് എനിക്കറിയില്ല. എന്തായാലും ധ്യാനൊക്കെ ഒരു ഡീസന്റ് ആയിട്ട് ഗംഭീരമായിട്ട്, അതായത് വെറുപ്പിക്കാണ്ട് റോൾ ചെയ്തിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ അധികം റോൾ ഇല്ലെങ്കിലും ധ്യാൻ വെറുപ്പിച്ചിട്ടില്ല ഈ പടത്തില്. കാരണം ധ്യാനെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും, ധ്യാന്റെ പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ കൂടുതൽ ഇതിൽ പറയാനൊന്നും ഇല്ല, കാരണം ഫീൽ ഗുഡ് കോമഡി എന്റർടൈനർ അത്ര ആ ഒരു രീതിയിൽ വന്ന പടമാണ് രവീന്ദ്രൻ എവിടെയാ. അതായത് പേര് പോലെ തന്നെ രവീന്ദ്രനെ കാണാണ്ടാവണം. അത് കഴിഞ്ഞിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ്. അത് രസകരമായ സംഭവം എന്ന് വെച്ചാൽ കാണാണ്ടാവുന്നതിന്റെ കാര്യം തന്നെയാണ്. അതെന്തായാലും തിയേറ്ററിൽ കണ്ടു നോക്ക്, നല്ല പടമാണ്. കൂടുതൽ പറയാനില്ല, എന്തായാലും നല്ലൊരു പടമാണ്. പിന്നെ ഇതിന്റെ ക്യാമറ വർക്കൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അതായത് മറ്റേ ഫ്ലാറ്റിന്റെ മുകളിലൊക്കെ ഉണ്ടേ, അവിടുത്തെ മറ്റേ വ്യൂ പോയിന്റ് എല്ലാ കാര്യങ്ങളും, വ്യൂ പോയിന്റ് അല്ല, അവിടുത്തെ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് അനൂപ് മേനോൻ ഒരു ശാസ്ത്രജ്ഞനായിട്ട്, അതായത് വാന നിരീക്ഷകൻ അങ്ങനെയായിട്ടാണ്. അതായത് ഈ കാലാവസ്ഥ പ്രവചനം ഇല്ലേ, ആ സംഭവമാണ് അനൂപ് മേനോൻ ചെയ്യുന്ന റോള്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെന്റ് ക്യാരക്ടറായിട്ട് തോന്നി. എന്തായാലും നല്ലൊരു പടം കണ്ടു.